ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ക്രിസ്മസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയങ്കയുടെ വാക്കുകൾ കേട്ട് പെട്ടെന്ന് ബോധം കെട്ട് വീഴുകയാണ് പരമേശ്വരൻ. എല്ലാവരും വല്ലാണ്ട് ഭയക്കുന്നു. കരഞ്ഞുകൊണ്ട് തൊട്ടരികിൽ പത്മിനിയും മുത്തശ്ശിയും. എന്നാൽ സന്തോഷത്തോടെ കൽപ്പനയും നിൽക്കുന്നു. ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രിയങ്ക. ഇതൊന്നും അറിയാതെ കടൽ തീരത്തിരിക്കുകയാണ് വരുൺ. രാധിക പറഞ്ഞതിനാലാണ് വരുൺ അവിടെ വന്നിരിക്കുന്നത്. ആകെ മനസ്സ് നൊന്ത്. രാധിക സ്നേഹിക്കുന്നത് തന്നെയല്ല ജീവയാണെന്ന് അറിഞ്ഞത് മുതൽ ആകെ ഷോക്കായ നിലയിലായിരുന്നു വരുൺ. ഇതിനാണോ ഞാൻ അവളെ തേടി നടന്നത്? എന്റെ മനസ്സിലെ കാത്തിരിപ്പുകൾ അവസാനിക്കുകയാണോ എന്നൊക്കെ വരുൺ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് പരമേശ്വരൻ ICUയിലാണ്. ഡോക്ടർ പരമേശ്വരനെ പരിശോധിക്കുന്നു. പുറത്ത് പത്മിനി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടെ ബിജുവും. വരുണിനോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്ന പത്മിനി ബിജുവിനോട് പറഞ്ഞു. വീട്ടിൽ വരാൻ ലേറ്റ് ആകുന്നതിനായിരിക്കും ബിജു വീട്ടിൽ നിന്ന് വിളിക്കുന്നത് എന്നാണ് വരുൺ വിചാരിച്ചത്. അങ്ങനെ വരുൺ ആ കോൾ എടുക്കുന്നതുമില്ല, സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയും ചെയ്യുന്നു. എല്ലാം ഇത്തരത്തിലാക്കി വെച്ചിട്ട് അവൻ എവിടെയാ ചെന്ന് കിടക്കുന്നത്? അദ്ദേഹം കണ്ണ് തുറക്കുമ്പോൾ അവൻ മുന്നിലില്ലെങ്കിൽ പ്രശ്നമായിരിക്കും എന്നൊക്കെ പത്മിനി പറയുകയും പത്മിനിയുടെ ഫോണിൽ നിന്ന് വരുണിനെ വിളിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ വരുൺ ഫോൺ എടുത്തു. നീ എവിടെയാണെന്ന് പത്മിനി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു, ഞാനിവിടെ ബീച്ചിലിരിക്കുക, എവിടെയെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ എന്ന് പറഞ്ഞിട്ടാണ് വരുൺ ഫോൺ വെച്ചത്. ബീച്ചിലോ? ഈ നേരത്തോ? എന്തിനെ എന്നൊക്കെ ബിജു. എനിക്കറിയില്ല, എല്ലാം കടലെടുക്കാറായെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലല്ലോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് വീണ്ടും പത്മിനി പറയുന്നു. എങ്ങനെ എനിക്ക് സ്വസ്ഥത കിട്ടുന്നത് എന്നൊക്കെ പത്മിനി. വരുണിനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം, അമ്മ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ബിജു അവിടേക്ക് പോവുകയാണ്. ബീച്ചിലാകെ സ്വസ്ഥതയില്ലാതെ ഇരിക്കുകയാണ് വരുൺ. അവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നു. കടലിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വരുൺ. ഫോൺ താഴെ വീണു. ഈ സമയം കൽപ്പന പ്രിയങ്കയോട് ചോദിക്കുന്നു, നീ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാണോടി? ഉർവശിയും ചോദിക്കുന്നു. എന്ത് സത്യം? ഇവള് പറഞ്ഞ കള്ള കഥ കേട്ടിട്ടാണ് ഏട്ടൻ വീണ് പോയത്. ഒരു കാര്യം ഞാൻ പറയാം, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഞങ്ങളുടെ ഏട്ടൻ എന്തെങ്കിലും പറ്റിയാൽ ഇതിനകത്തിട്ട് കൊന്നു കളയും ഞങ്ങൾ നിന്നെ. വരുൺ നിന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞെന്നും കൂലിയായിട്ട് കുറച്ച് ആഭരണങ്ങൾ തന്നു എന്നും നീ പറയുന്നു. അങ്ങനെ പോണെങ്കിൽ അതിന് കാരണം വേണ്ടേ? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെന്ന് കൽപ്പന പ്രിയങ്കയോട് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട്, എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ വരുണിനാണോ പ്രശ്നമെന്നും? പറയടി മോളെ. സാധാരണഗതിയിൽ ഒരു ഭർത്താവ് മോശമായിട്ട് പെരുമാറുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ പെൺകുട്ടികൾ കരയും, വീട്ടിലുള്ള മുതിർന്നവരോട് വിവരം പറയും, അങ്ങനെയല്ലേ നാട്ടുനടപ്പ് എന്ന് കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട്, ഇതിപ്പോ നിന്റെ വീട്ടിലും അറിയിച്ചിട്ടില്ല, ഇവിടെയുള്ളവരെയും അറിയിച്ചിട്ടില്ല. ഇറങ്ങി പുറപ്പെടാൻ തീരുമാനിച്ചതോ രാത്രിയിലും. ഇതിന്റെ കള്ളക്കഥയാ ഞങ്ങൾക്കറിയേണ്ടത്. വീണ്ടും കൽപ്പന പറയുന്നു, കൂടുതൽ ചോദിക്കാനൊന്നും ഇല്ല ചെറിയമ്മേ. ചാണാക്കുഴിയിൽ കിടന്ന ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് കണിമംഗലത്ത് വന്ന് കയറിയപ്പോൾ കണ്ടതും കേട്ടതുമൊക്കെ അത്ഭുതമായി തോന്നിയിട്ടുണ്ടാകും. സമ്മാനങ്ങളായി അമ്മയും മുത്തശ്ശിയും കുറെ ആഭരണങ്ങൾ കൊടുത്തെങ്കിലും അതിടാനുള്ള യോഗ്യത ഇവൾക്കില്ല, അത് ഇവൾക്കറിയാലോ. വരുണിന്റെ മനസ്സിൽ ഇടം പിടിക്കാനും ഇവൾക്ക് സാധിച്ചില്ല. അപ്പൊ പിന്നെ പോകുന്ന പോക്കിൽ വീട് കൊള്ളയടിച്ചിട്ട് പോകാം എന്ന് കരുതി അല്ലേ? ആഭരണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളോ അതോ കണിമംഗലത്തിന്റെ ആധാരം കൂടി എടുത്തു വെച്ചിട്ടുണ്ടോ? ഇവളുടെ ബാഗ് മാത്രം പരിശോധിച്ചാൽ പോരാ, ഇവളുടെ ദേഹം കൂടി പരിശോധിക്കണമെന്ന് ഉർവശി. അതിന് ഇവിടെ എല്ലാവരും കുടുംബത്തിന്റെ അഭിമാനവും പറഞ്ഞ് നടക്കല്ലേ. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ പോലീസിൽ വരെ വിളിച്ചേനെ. ഈ രാത്രി ഇവളുടെ ഉറക്കം ലോക്കപ്പിലായേനെ എന്നും കൽപ്പന പറയുന്നു. അവിടേക്ക് മുത്തശ്ശി വന്ന ദേഷ്യത്തോടെ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അയ്യോ ഒന്നുമില്ല മുത്തശ്ശി, കണിമംഗലത്തിന്റെ അഭിമാനമായ പുതിയ മരുമകളെ ഞങ്ങളെന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു എന്ന് കൽപ്പന പറയുന്നു. ആരോടും പറയാതെ ഇവളിവിടുന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചത് ശരിയാണല്ലോ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന സകല ആഭരണങ്ങളും ഇവളെ കെട്ടിപ്പൊതിഞ്ഞെടുത്തത് ശരിയാണോ എന്നൊക്കെ കൽപ്പന ചോദിക്കുമ്പോൾ ഉർവശി പറയുന്നു, അമ്മ ചിലപ്പോൾ ഇവളെയും ന്യായീകരിക്കും, പക്ഷേ ഒന്നും മറക്കണ്ട, ഇപ്പോൾ ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഇവളൊരുത്തിക്ക് മാത്രമാണ്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും കൽപ്പന പറയുന്നു, ഞാൻ മുന്നേ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ, ഇവള് മാത്രമല്ല ഇവളുടെ കുടുംബം മൊത്തവും ശരിയല്ല. എന്തൊരു സ്നേഹം അഭിനയിക്കലാ. അങ്ങ് ഒലിച്ചിറങ്ങിയല്ലേ ചെറിയമ്മ, അച്ഛനും അമ്മയും പിന്നെ ആ അനാഥ പെണ്ണും എല്ലാവരും കൂടി. നമ്മുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും ഇവളുടെ കുടുംബത്തിന് എന്ത് നഷ്ടമാ മുത്തശ്ശി? അവർക്ക് അവരുടെ കാര്യം നടന്നാൽ മതിയല്ലോ. കട്ട് തുലച്ച് കടത്തിക്കൊണ്ടുവരാൻ ഇവരുടെ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടാകും ആ കള്ള. അത്രയും കൽപ്പന ദേഷ്യത്തോടെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, മതി, കൂടുതൽ സംസാരിക്കേണ്ട രണ്ടുപേരും കൂടി. പ്രിയങ്കെ മോളെ മുറിയിലേക്ക് പോ എന്നൊക്കെ പ്രിയങ്കയോട് പറയുന്നു. അങ്ങനെ അങ്ങ് വിട്ടാലോ എന്ന് ഉർവശി. അങ്ങനെ വിട്ടാൽ എന്താ കുഴപ്പമെന്ന് മുത്തശ്ശി ചോദിക്കുന്നു. ഇവള് പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് വരുൺ തിരിച്ചു വരുമ്പോ പറയും. അതുവരെ ആരും കൂടുതൽ വിചാരണയൊന്നും വേണ്ട.
പിന്നെ ആഭരണങ്ങളുടെ കാര്യം, നിങ്ങളുടെ ആരുടെയും അറപ്പുരയിൽ നിന്ന് പ്രിയങ്ക ഒന്നും എടുത്തിട്ടില്ലല്ലോ. കൊണ്ടുപോകാൻ നോക്കിയത് ഞാനും പത്മിനിയും. അവൾക്ക് കൊടുത്ത സമ്മാനങ്ങളാ. അതിന്റെ ഉടമ അവള് തന്നെയാണ്. മോളെ ചെല്ലെന്ന് പറഞ്ഞ് പ്രിയങ്കയെ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് മുത്തശ്ശി. രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് പ്രിയങ്ക മുറിയിലേക്ക് പോകുന്നു. കൽപ്പന പറയുന്നു, കണ്ടാലും കൊണ്ടാലും മുത്തശ്ശി പഠിക്കത്തില്ല, നോക്കിക്കോ, ഇതെന്തോ ദുരന്തത്തിനുള്ള സൂചനയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ മുറിയിലേക്ക് പോകുന്നു. ശേഷം കാണിക്കുന്നത് രാധികയുടെ വീട്ടിൽ. കണ്ണന് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് രാധിക. കൃഷ്ണ, വരുണിന്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാകും, പക്ഷേ അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഒരിക്കലും കൂടിച്ചേരാനാകാത്ത ഞങ്ങൾ തമ്മിൽ വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ ഞങ്ങളെ കാണിക്കുന്നത്? വരുൺ, എല്ലാം തിരുത്താനുള്ള മനസ്സ് കൊടുക്കണേ എന്നൊക്കെ രാധിക ഇങ്ങനെ വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നു. എന്നും എൻ്റെ മനസ്സിൽ വരുണായിരിക്കുമെന്നും പറയുന്നു. ഇതേ സമയം ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പരമേശ്വരൻ. പുറത്ത് ടെൻഷനോടെ പത്മിനിയും ഇരിക്കുന്നു. കടലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വരുണും. പത്മിനി വീണ്ടും വരുണിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ വരുൺ ഫോൺ താഴെ ഇട്ടത് കൊണ്ട് തന്നെ ആ ഫോൺ വിളി പോലും വരുൺ കേൾക്കുന്നില്ല, ഫോൺ എടുക്കുന്നതുമില്ല. പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ് രാധികയും. കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ഒരുക്കത്തിലാണ് വരുൺ. തിരകൾ വന്ന് വരുണിനെ അടിച്ച് ഒരു തവണ വരുൺ ആ വെള്ളത്തിലേക്ക് വീണു. വീണ്ടും അമ്മ വരുണിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ഇതേ സമയം പ്രിയങ്ക ബാഗുമായിരിക്കുന്നു. വീട്ടിൽ നിന്ന് പോകാനും സാധിച്ചില്ല. എന്നാൽ ചില പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തു. പ്രിയങ്കയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. വിളിക്കുന്നത് ശരത്താണ്. പ്രിയങ്ക, താൻ എന്താ ഇറങ്ങാത്തത്? ഞാൻ എത്ര നേരം കൊണ്ട് ഇവിടെ കാത്തിരിക്കുക എന്നൊക്കെ ശരത്ത് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു, ശരത്തെ, ഞാൻ ഇവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എനിക്ക് അല്പം സാവകാശം വേണം. അത് കഴിഞ്ഞ് എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്നും പ്രിയങ്ക പറയുന്നു. ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിൽ പെട്ടിരിക്കുകയാണെന്നൊക്കെ പ്രിയങ്ക പറയുന്നു. മുത്തശ്ശി മുകളിലേക്ക് കയറി വരികയായിരുന്നു. എല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് ഞാൻ നിന്നെ വിളിക്കാം, നീ ഇപ്പോഴത്തേക്ക് ഫോൺ വെക്ക് എന്ന് പ്രിയങ്ക പറയുന്നു. ഞാൻ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട്. ഇതേ സമയം മുത്തശ്ശി മുറിയിലേക്ക് വന്നത് കണ്ട് പെട്ടെന്ന് ഫോൺ വെച്ചിരിക്കുകയാണ് പ്രിയങ്ക. വീട്ടിലേക്കാണോ മോളെ വിളിച്ചത് എന്നെ പ്രിയങ്കയുടെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, അല്ല, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ വിളിച്ചതാണ്. മുത്തശ്ശി പറയുന്നു, മുത്തശ്ശി ഒരു കാര്യം ചോദിക്കട്ടെ? ഇവിടെ നടന്നതൊക്കെ മുത്തശ്ശി മറക്കാൻ ശ്രമിക്കുകയാണ്. ഈ ലോകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് എൻ്റെ വരുൺ മോനെയാണ്. അവനെ നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. അവൻ നിന്നെ അവഗണിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും അപമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അവൻ്റെ മനസ്സിൽ എന്തോ തെറ്റിദ്ധാരണയുള്ളത് കൊണ്ടാണ്. കാത്തിരുന്നോളാം, അവൻ്റെ മനസ്സ് മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി ഒരുപാട് പ്രതീക്ഷിച്ചു. അവനെ വേദനിപ്പിക്കല്ലേ മോളെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുകയാണ് പ്രിയങ്കയോട്. പരമേശ്വരൻ ഹോസ്പിറ്റലിലാണ്. പക്ഷേ അതിനേക്കാൾ മനോവേദനയോടെയാണ് ഇവിടെ വരുണിനെ സ്നേഹിക്കുന്ന ബാക്കിയുള്ളവര്. അത് മോളൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്നൊക്കെ പ്രിയങ്കയോട് പറയുകയാണ് മുത്തശ്ശി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കണ്ണുനീര് തുടച്ചുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു. ഇത് ദേഷ്യത്തോടെയാണ് പ്രിയങ്ക കാണുന്നത്. ഒരു സ്വസ്ഥതയുമില്ലല്ലോ ഈ തള്ളയെ കൊണ്ട് എന്നൊക്കെ പ്രിയങ്ക ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശി പോയി കഴിഞ്ഞതിന് ശേഷം. ഇതേ സമയം വരുണിനെ തിരക്കി ബിജു ആ ബീച്ചിലെത്തിയിരിക്കുന്നു. അവിടെ വരുണിന്റെ കാറ് കിടക്കുന്നതായി കാണുന്നു. അങ്ങനെ ബീച്ചിലേക്ക് ഓടി വരികയാണ് വരുണെ എന്ന് വിളിച്ചുകൊണ്ട്. അവിടെ എങ്ങും വരുണിനെ കാണാനുമില്ല. വളരെ ടെൻഷനോടെ തന്നെ ബിജു അവിടെയൊക്കെ നോക്കുന്നുണ്ട്. അവിടെ നോക്കുമ്പോൾ വരുണിന്റെ ചെരുപ്പ് കാണുന്നു. ആ ചെരുപ്പ് രണ്ടും എടുത്തിട്ട് അവിടെയൊക്കെ വരുണിനെ ഉറക്കെ വിളിക്കുകയാണ് ബിജു. ബിജുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. പിന്നെയും ഒരുപാട് തവണ അവിടെയൊക്കെ നോക്കുന്നു. ആ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നതായി കാണുന്നു. വിളിക്കുന്നത് അമ്മയും. പെട്ടെന്ന് ബിജു ഫോൺ എടുക്കുകയാണ്. ഈശ്വര, അവന്റെ ഫോണല്ലേ എന്ന് നോക്കുന്നുണ്ട്. പിന്നെയും ചെരുപ്പ് അവിടെ ഇട്ടിട്ട് ഫോണും കൊണ്ട് അവിടെയൊക്കെ നോക്കുകയാണ് ബിജു. ഒരുപാട് തവണ വിളിച്ചിട്ടും വരുണിന്റെ ഒരു പ്രതികരണവുമില്ല. ബിജു ആകെ ഭയന്നു പോയിരിക്കുകയാണിപ്പോൾ. വരുണെ എന്ന് പറഞ്ഞ് ഉറക്കെ അലറിക്കരയുകയാണ് ബിജു. ഇതേ സമയം മരണത്തോട് മല്ലടിച്ച് പരമേശ്വരൻ ഹോസ്പിറ്റലിലും. രാധിക ഉറക്കത്തിലായിരുന്നു. രാധിക ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു കടൽ തന്നെയാണ് രാധികയുടെ സ്വപ്നത്തിൽ വന്നതും. അത് കണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് രാധിക. വരുണിനെയും കാണുന്നു, കടലിനെയും കാണുന്നുണ്ട്. വരുൺ കടലിലേക്ക് പോകുന്നതായിട്ടും കാണുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.